ഹായ് മക്കളെ, നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രോബ്ലം ആണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. Suppose the charge of a proton and an electron differ slightly. One of them is minus E and the other is E plus delta E. If the net of electrostatic force and gravitational force between two hydrogen atoms placed at a distance d apart is 0, then delta E is of the order. So നമുക്ക് എന്താണ് ഫസ്റ്റ് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാം അല്ലെ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? അപ്പോൾ Q is equal to minus E plus delta E അല്ലെ. And minus E plus E വെട്ടിപ്പോവും. We get delta E as the total charge. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? We need to find the electrostatic force അല്ലെ. Electrostatic force and gravitational force തമ്മിലുള്ള നെറ്റ് 0 ആയിരിക്കും. That means they are equal അല്ലെ. So F electrostatic is equal to F gravitational. ഇനി നമുക്ക് രണ്ടിൻ്റെയും ഇക്വേഷൻ അറിയാലോ. സോ KQ²/R² ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇവിടെ Q² എന്തായിരിക്കും? ഡെൽറ്റ E² ആയിരിക്കും അല്ലെ. ടോട്ടൽ ചാർജ് എന്തായിരുന്നു? ഡെൽറ്റ E ആയിരുന്നു. സോ Q² വിൽ ബിക്കം ഡെൽറ്റ E². ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്താണ്? D² അല്ലെ. സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം വിൽ ബി D². സിമിലർലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ എന്തൊക്കെയാണുള്ളത്? G into M1 M2 ബിറ്റ്വീൻ ടു ഹൈഡ്രജൻ ആറ്റംസ് ആണെങ്കിൽ ബോത്ത് മാസസ് ആർ ഈക്വൽ അല്ലെ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആയിരിക്കും. സോ MH² ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് നമ്മൾ MH എന്ന് എടുക്കുകയാണെങ്കിൽ MH²/D² അല്ലെ. ആൻഡ് ഇവിടെ D² വെട്ടിപ്പോവും. ഡെൽറ്റ E² ഇസ് ഈക്വൽ ടു G/K ഇൻറ്റു MH² അല്ലെ. സോ വി ഗെറ്റ് ഡെൽറ്റ E എന്തായിരിക്കും? ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും അല്ലെ. സോ വി ഗെറ്റ് MH into root of G/K അല്ലെ. ആൻഡ് വി നോ ദാറ്റ് ജിന്റെ വാല്യൂ എന്താണ്? 6.67 ഇൻറ്റു 10⁻⁻11 ആണ് അല്ലെ. ആൻഡ് കെന്റെ വാല്യൂ എന്താണ്? 9 ഇൻറ്റു 10⁻9 ആണ് അല്ലെ. ആൻഡ് വി നോ ദാറ്റ് MHന്റെ വാല്യൂം തന്നിട്ടുണ്ട്. MH മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റവും തന്നിട്ടുണ്ട്. സോ നമ്മൾ അതും കൂടി എഴുതാം. MH is equal to 1.67 ഇൻറ്റു 10⁻⁻27. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഓർഡർ ഓഫ് ഡെൽറ്റ ഇ അല്ലെ. ഓർഡർ ഓഫ് ഡെൽറ്റ ഇ എന്ന് പറയുമ്പോൾ 10⁻⁻⁷ എത്രയാണ്? 10ന്റെ പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഈ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1.67 ഇൻറ്റു 10⁻⁻27 റൂട്ട് ഓഫ് 6.67 ഇൻറ്റു 10⁻⁻11 by 9 into 10⁻9 ചെയ്താൽ the value that we get is delta E is approximately equal to 1.4 into 10⁻⁻37 ആയിരിക്കും അല്ലെ. 1.4 into 10⁻⁻37 ആയിരിക്കും. ആൻഡ് ഇനി നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഏതാണ്? ഓപ്ഷൻ സി എന്താണ് പറയുന്നത്? 10⁻⁻37 അല്ലേ ഓർഡർ. ഡെൽറ്റ ഈസ് ഓഫ് ദ ഓർഡർ 10⁻⁻37 കൂളംസ് ആയിരിക്കും. സോ വി ക്യാൻ മാർക്ക് ഓപ്ഷൻ സി ആസ് ദ ഫൈനൽ ആൻസർ. Thank you.